ഹായ് ഹലോ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി ബേസിൻ്റെ പുതിയൊരു മോഡൽ എക്സാമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ LTCക്ക് വേണ്ടിയും അതുപോലെ തന്നെ LGSന് വേണ്ടിയുള്ള മോഡൽ എക്സാമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇന്ന് എടുത്തിരിക്കുന്നത് നമ്മുടെ 40 ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. 40-ൽ 30 നമ്മുടെ GK ഭാഗത്തുള്ള ചോദ്യങ്ങൾ, 5 ഇംഗ്ലീഷ്, 5 മലയാള ചോദ്യങ്ങളാണ്. അങ്ങനെ ടോട്ടൽ 40 ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 2024 ഈ അടുത്ത കാലങ്ങളിലായിട്ട് PSC LDC ലെവൽ അതുപോലെ തന്നെ അല്പം കൂടി ഹയർ ലെവലിലുള്ള കേട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. 2024 PSC കേട്ടിട്ടുള്ളതാണ്. സോ നമുക്ക് PSCയിലെ ഏറ്റവും പുതിയ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് പഠിച്ചു പോകാം. അപ്പം PSCയിലെ പുതിയ ട്രെൻഡ് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കാലങ്ങളിൽ നടക്കുന്ന എക്സാമുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എക്സാം ഹാളിലിരുന്ന് കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ പറ്റുന്നുണ്ടോ, കറക്റ്റ് ഉത്തരം തിരഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നെല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നമ്മൾ മോഡൽ എക്സാമുകൾ ചെയ്ത് നോക്കുമ്പോഴാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് ഇത് കണക്കാക്കണം. 40 ചോദ്യങ്ങളുണ്ട്. നമ്മളൊരു കോമ്പറ്റീഷൻ വരാൻ കണക്കായിട്ട് ചെറിയൊരു കട്ട് ഓഫ് നിശ്ചയിച്ചിട്ടുണ്ട്. 28 മാർക്കാണ്. ഓക്കെ, ഇന്നത്തെ എക്സാമിൻ്റെ കട്ട് ഓഫ് 28 മാർക്കാണ്. 40 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എക്സാം എഴുതി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. അതുപോലെ നമ്മുടെ എക്സാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഇതുപോലത്തെ എക്സാമുകൾ ഇനിയും വേണോ വേണ്ടിയെന്ന് കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ്. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, വൈകുണ്ഠസ്വാമികൾ, വാഗ്ഭടാനന്ദൻ. ഏതാണ് ശരിയായിട്ടുള്ളത്? നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമിയുടെയും കൃതികൾ PSC സ്ഥിരം കേൾക്കുന്നതാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, 1, 2, 4 ശരി. ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം, അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമിയുടെ വേദാധികാര നിരൂപണം, വാഗ്ഭടാനന്ദ അഭിനവ കേരളം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇന്ന് നമ്മുടെ ചട്ടമ്പി സ്വാമിയുടെ കൃതികളൊക്കെ ചെറിയൊരു കോഡ് വെച്ച് പഠിച്ചു പോവാം. ചെറിയൊരു സ്റ്റോറി വെച്ച് പഠിച്ചു പോവാം. ഒന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റുമോ ഇല്ലയോ നോക്കുക. കാരണം ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ രണ്ടുപേരുടെയും കൃതികൾ PSC മാറ്റി ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ചട്ടമ്പി സ്വാമിയുടെ കൃതികൾ പഠിച്ചു പോകുന്നുണ്ട്. ചട്ടമ്പി സ്വാമിയുടെ കൃതികൾ ഇതാണ് ചെറിയ കോഡ് കഥ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാൻ നോക്കുക. അതുപോലെ ഒന്ന് എഴുതി വയ്ക്കാൻ, ഒന്ന് കുറിച്ച് വയ്ക്കാനും കൂടി ശ്രമിക്കുക. നോക്കാം, നമ്മുടെ ആദിഭാഷയായ മലയാളം. ഓക്കെ, ആദിഭാഷയായ മലയാളം പരമഭട്ടാരകരിൽ നിന്നും പഠിക്കാൻ വന്ന നിജ. ഇത്രയൊന്ന് ഓർക്കണം. ആദിഭാഷയായ മലയാളം പരമഭട്ടാരകരിൽ നിന്ന് പഠിക്കാൻ വന്ന നിജ നിരൂപണ രൂപേണ. ഓക്കെ, പഠിക്കാൻ വന്ന നിജ നിരൂപണ രൂപേണെ ക്രിസ്തുമതത്തിലെ ദേശനാമങ്ങൾ വേദവും ബ്രഹ്മത്വവും കൊണ്ട്. എന്താണ്? ക്രിസ്തുമതത്തിലെ ദേശനാമങ്ങൾ വേദവും ബ്രഹ്മത്വവും കൊണ്ട് ഖണ്ഡിച്ച് സർവ്വമതസ്ഥർക്കും മനസ്സിലാകുന്ന രീതിയിൽ അദ്വൈതം ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഈ കൊണ്ടുവന്ന് ജസ്റ്റ് റബ്ബ് ചെയ്ത് കളയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താണ്? ആദിഭാഷയായ മലയാളം പരമഭട്ടാരകരിൽ നിന്നും പഠിക്കാൻ വന്ന നിജ. ആദിഭാഷയായ മലയാളം പരമഭട്ടാരകരിൽ നിന്ന് പഠിക്കാൻ വന്ന നിജ നിരൂപണ രൂപേണെ ക്രിസ്തുമതത്തിലെ ദേശനാമങ്ങൾ. എന്താണ്? ക്രിസ്തുമതത്തിലെ ദേശനാമങ്ങൾ വേദവും ബ്രഹ്മത്വവും കൊണ്ട് ഖണ്ഡിച്ച് സർവ്വമതസ്ഥർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അദ്വൈതം ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ചട്ടമ്പി സ്വാമിയുടെ കൃതികൾ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ചട്ടമ്പി സ്വാമിയുടെ കൃതികൾ. നമുക്ക് നോക്കാം ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം, ഏതൊക്കെയാണ് കൃതികളുള്ളതെന്ന്. കൃതികൾ ഇതാണ്. നമ്മൾ പറഞ്ഞ എന്താണ്? ആദിഭാഷയായ മലയാളം. ആദിഭാഷ എന്ന കൃതി ചട്ടമ്പി സ്വാമിയുടെയാണ്. ആദിഭാഷയായ മലയാളം, പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമിയുടെയാണ്. അപ്പോൾ ആദിഭാഷയായ മലയാളം, ആദിഭാഷ പ്രാചീന മലയാളം. ആരിൽ നിന്നാണ് പഠിക്കാൻ? പരമഭട്ടാരകരിൽ നിന്ന് പഠിക്കാൻ. അതായത് പരമഭട്ടാര ദർശനം. ഓക്കെ, പരമഭട്ടാരകരിൽ നിന്ന് പഠിക്കാൻ വന്ന നിജ എന്താണ്? നിജാനന്ദ വിലാസം. പരമഭട്ടാര ദർശനം, നിജാനന്ദ വിലാസം. ഒന്നുകൂടി പറയാം. ആദിഭാഷയായ മലയാളം പരമഭട്ടാരകരിൽ നിന്ന് പഠിക്കാൻ വന്ന നിജാനന്ദ വിലാസം. നിരൂപണ രൂപേണ 3 നിരൂപണങ്ങളുണ്ട്. ഏതാണ്? വേദാധികാര നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം. ഓക്കെ, അപ്പം നിരൂപണ മുഖേന വേദാധികാര നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം. ഒന്നുകൂടി നോക്കാം. ആദിഭാഷയായ മലയാളം പരമഭട്ടാരകളിൽ നിന്ന് പഠിക്കാൻ വന്ന നിജാനന്ദ വിലാസം. നിരൂപണം രൂപേണ എന്താണ്? വേദാധികാര നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം. ക്രിസ്തുമതത്തിലെ ദേശനാമങ്ങൾ വേദവും ബ്രഹ്മത്വവും കൊണ്ട് ഖണ്ഡിച്ച്. എന്താണ്? ക്രിസ്തുമതത്തിലെ, ക്രിസ്തുമത ഛേദനം, ക്രിസ്തുമത രൂപണം.
ഓക്കെ, ക്രിസ്തുമത നിരൂപണം, ക്രിസ്തുമത ഛേദനം, ക്രിസ്തുമതത്തിലെ ദേശനാമങ്ങൾ, കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമിയുടെ കൃതികളാണ്. ക്രിസ്തുമതത്തിലെ ദേശനാമങ്ങൾ വേദവും വേദാന്ത സാരം, വേദവും ബ്രഹ്മത്വ നിർഫാസം. ക്രിസ്തുമതത്തിലെ ദേശനാമങ്ങൾ വേദവും വേദാന്ത സാരം, അടുത്ത് ബ്രഹ്മത്വവും കൊണ്ട്, ബ്രഹ്മത്വ നിർഫാസം, ഖണ്ഡിച്ചുകൊണ്ട്, മോക്ഷപ്രദീപ ഖണ്ഡനം. ഓക്കെ, മോക്ഷപ്രദീപ ഖണ്ഡനമാണ്. ഓക്കെ, മോക്ഷപ്രദീപ ഖണ്ഡനാണ് നമ്മുടെ ചട്ടമ്പി സ്വാമിയുടെ കൃതി. അതുപോലെ തന്നെ അടുത്തുള്ളതാണ് എന്താണ്, ബ്രഹ്മത്വം ഖണ്ഡിച്ചു സർവ്വമതസ്ഥർക്കും മനസ്സിലാകുന്ന രീതിയിൽ അദ്വൈതം ചെയ്തു. സർവമത സമരസ്യം അതും അതേപോലെ രീതിയിൽ അദ്വൈതം ചെയ്തു. അദ്വൈതവരവും അദ്വൈത പഞ്ചരം, ഇത് രണ്ടും ചട്ടമ്പി സ്വാമിയുടെയാണ്. അപ്പോൾ അദ്വൈതവരം, അദ്വൈത പഞ്ചരം ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ചട്ടമ്പി സ്വാമിയുടെ കൃതികൾ. കോഡ് ഒന്നുകൂടി പറഞ്ഞുതരാം. ആദിഭാഷയായ മലയാളം പരമഭട്ടാരകനിൽ നിന്ന് പഠിക്കാൻ വന്ന നിജ നിരൂപണ രൂപേണെ ക്രിസ്തുമതത്തിലെ ദേശനാമങ്ങൾ വേദവും ബ്രഹ്മത്വവും കൊണ്ട് ഖണ്ഡിച്ച് സർവ്വമതസ്ഥർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അദ്വൈതം ചെയ്തു. അവസാനത്തെ അദ്വൈതത്തിന് പറഞ്ഞ രണ്ടെണ്ണമാണ് അദ്വൈതവരവും അദ്വൈത പഞ്ചരവും. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക. കാൺപൂര്, ബീഹാർ, ഡൽഹി, ഝാൻസി. ഏതാണ് ചേരുംപടി ചേർക്കുക? 2 ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഒന്നുകൂടി ജസ്റ്റ് റീഡ് ചെയ്ത് ആൻസർ തിരഞ്ഞെടുക്കാൻ സമയം വേണമെങ്കിൽ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പസ്സാക്കി വയ്ക്കുക കേട്ടോ. ഇപ്പോൾ കാൺപൂർ ആരാണ് നയിച്ചത്? കാൺപൂർ. നമ്മൾ എന്തെങ്കിലും സംഭവം കാണണമെങ്കിൽ നമ്മൾ എന്തിനാണ് പറയണത്? നന്നായി കാണണം. ഓക്കെ, കാണണം. ഓക്കെ, നല്ല രീതിയിൽ കാണണം. അപ്പം നന്നായി കാണണം. കാൺപൂർ കാണണം, നാനാ സാഹിബ്. അപ്പോൾ 1-3. അതുപോലെ ബീഹാറിലാരാണ്? ബീഹാർ കൻവർ വെച്ച് പിടിക്കുക. ഓക്കെ, ബീഹാർ കൻവർ. അതുപോലെ ഡൽഹിയിലാരാണ്? ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ അഥവാ ബഹദൂർ ഷാ സഫർ എന്നറിയപ്പെടുന്നത്, അവിടുത്തെ രാജാവായിട്ട് വായിച്ചത് അതോർത്താൽ മതി. ബഹദൂർ ഷാ രണ്ടാമൻ അഥവാ ബഹദൂർ ഷാ സഫർ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഝാൻസിയിൽ അറിയാലോ, ഝാൻസി റാണി. ഓക്കെ, ഝാൻസി റാണി ലക്ഷ്മിബായി. മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കി. 1930 ജനുവരി 26 സ്വതന്ത്ര ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. ഏതാണ്? ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന ചോദ്യം തന്നെ നമ്മുടെ ലാഹോർ സമ്മേളനമാണ്. ഓക്കെ, ലാഹോർ സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. അടുത്ത ചോദ്യമാണ്, നാലാമത്തെ ചോദ്യമാണ്, ചൈനയെ ആധുനീകരിക്കാൻ സന്യാസൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക എന്നാണ്. മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. സന്യാസൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 3 പോയിന്റുകളും ശരിയാണ്. 3 പോയിന്റുകളും ശരി തന്നെയാണ്. ഇനി സന്യാസനുമായി ബന്ധപ്പെട്ട് PSC കേൾക്കണ ഒരു കൺഫ്യൂഷൻ ചോദ്യമാണ്, സന്യാസിൻ്റെ പ്രിൻസിപ്പിൾ എന്തൊക്കെയെന്നാണ്. അതായത് സന്യാസിൻ്റെ ആശയങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് PSC കേട്ടിട്ടുണ്ട്. ഏതാണ്? 3 പ്രിൻസിപ്പിൾസ് ഓഫ് പീപ്പിൾ. ഓക്കെ, 3 പ്രിൻസിപ്പിൾസ് ഓഫ് പീപ്പിൾ എന്നാണ് സന്യാസിൻ്റെ ആശയങ്ങൾ അറിയപ്പെടുന്നത്. ഈ ആശയങ്ങൾ ഏതൊക്കെ നോക്കി വയ്ക്കണം. PSC കേട്ടിട്ടുള്ളതാണ്, റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ടുള്ളതാണ്. സന്യാസിൻ്റെ ആശയങ്ങൾ അത് ഒന്ന് ദേശീയത. ഓക്കെ, ഒന്ന് ദേശീയത, അടുത്തത് ജനാധിപത്യം, അടുത്തത് സോഷ്യലിസം. ഓക്കെ, ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. നമ്മുടെ DJ പാർട്ടിക്ക് പോകില്ല, അതൊന്ന് ഓർത്താൽ DJs ഒന്ന് ഓർത്താൽ മതി. ദേശീയത, ജനാധിപത്യം, എന്താണ്? സോഷ്യലിസം. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഇതാണ് എന്താണ് 3 പ്രിൻസിപ്പിൾസ് ഓഫ് പീപ്പിൾ എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ സന്യാസം പ്രാധാന്യം നൽകിയ ആശയങ്ങളാണ്, അല്ലെങ്കിൽ അയാളുടെ ഐഡിയോളജിനെയാണ് നമ്മൾ എന്താണ് 3 പ്രിൻസിപ്പിൾ ഓഫ് പീപ്പിൾ എന്നറിയപ്പെടുന്നത്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഓക്കെ, ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. അതേപോലെ ചൈനീസ് റിപ്പബ്ലിക് നിലവിലെന്ന വർഷം എന്നാണ്? ചൈനീസ് വിപ്ലവം നടന്നത് എന്നാണ്? 1911. ഓക്കെ, 1911 ചൈനീസ് വിപ്ലവം നടന്നത്. അപ്പം ചൈനീസ് റിപ്പബ്ലിക് ആയതെന്നായിരിക്കും? 1912. ഓക്കെ, 1912 ചൈന റിപ്പബ്ലിക് ആയത്. ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരെയാണ്? നമ്മുടെ സന്യാസം തന്നെയാണ്. ഓക്കെ, 1911 ചൈനീസ് വിപ്ലവം നടക്കുന്നത്. ചൈനീസ് വിപ്ലവം കാരണമാണ് നമ്മുടെ മഞ്ജു രാജവംശത്തിനെ താഴെ ഇറക്കുന്നത്. ഓക്കെ, മഞ്ജു രാജവംശത്തിന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ വിപ്ലവം 1911 ചൈനീസ് വിപ്ലവമാണ് നയിച്ചത്. സന്യാസം തന്നെയാണ്. 12 ചൈന റിപ്പബ്ലിക് ആവുന്നത്. അപ്പം ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരെന്ന് കേട്ടുകഴിഞ്ഞാൽ എന്താണ്?
സന്യാസനാണ്. ഓക്കെ, ഇനി നോക്കണം 1911 ചൈനീസ് വിപ്ലവം നടക്കുന്നു. ഇനി 1921 ഒരു ഫേമസ് സംഭവം എന്താണ്? 1921 ഫേമസ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് 1921. ഓക്കെ, ആരാണ് നേതാവ്? മാവോ സേത്തുങ്. ഓക്കെ, മാവോ സേത്തുങ്ങിൻ്റെ നേതൃത്വത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കണ്ടത് 1921. 10 വർഷം കൂട്ടിയാൽ മതി. ഓക്കെ, 10 വർഷം കൂട്ടിയാൽ മതി. നമ്മളോട് കുറച്ച് മുമ്പ് ചൈന റിപ്പബ്ലിക് ആയതെന്നാണ് 1912. ഇനി അടുത്ത ചോദ്യമാണ് ചൈന എന്താണ് ജനകീയ റിപ്പബ്ലിക് ആയതെന്ന് നേടിയാൽ അത് 1949. ഓക്കെ, ആരാണ് ചൈനീസ്? ആരാണ്? അപ്പോൾ ആരായിരിക്കും ചൈനീസ് ജനകീയ റിപ്പബ്ലിക് ആയ സമയത്തുള്ളത്? മാവോ സേത്തുങ് ആയിരുന്നു ആ സമയത്ത് പ്രധാന നേതാവ്. ഓക്കെ, നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇത് ഭരണത്തിൽ വന്നത്. അതോടെ ചൈന എന്താണ് ജനകീയ റിപ്പബ്ലിക് ആവുന്നത് 1949 തന്നെ. അത് ആ വർഷം തന്നെ 1949 തന്നെയാണ് ചൈനയിൽ എന്താണ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ആരംഭിക്കുന്നത്. ഓക്കെ, കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ആരംഭിക്കുന്നത് 1949. പക്ഷേ ചൈനയിൽ സാംസ്കാരിക വിപ്ലവം നടന്ന വർഷം 1966. ഇമ്പോർട്ടൻ്റ് ആണ് ഈ വർഷങ്ങളൊക്കെ, 66. അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്നത് 1949, ചൈന ജനകീയ റിപ്പബ്ലിക് ആയതും 1949. പക്ഷേ 1966 ഏതാണ് ചൈന എന്താണ് സാംസ്കാരിക വിപ്ലവം നടന്നത് 1966. ഇനി ഒരു 10 വർഷം കൂട്ടി 76 കൂട്ടി നോക്കി. എന്താണ് പ്രത്യേകത? എന്താണ് 1976 നമ്മുടെ മാവോ സേത്തുങ് മരിക്കുന്നത്. ഓക്കെ, അന്തരിച്ച വർഷം 1976. ഓക്കെ, 1976. 66 സാംസ്കാരിക വിപ്ലവം നടന്നു. അതിൽ മനംതൊണ്ട് 10 വർഷം കഴിഞ്ഞിട്ട് എന്താണ് മാവോ സേത്തുങ് മരിച്ചെന്ന് ഓർത്താൽ മതി. 5ാമത്തെ ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണ ക്രമത്തിൽ രേഖപ്പെടുത്തുക. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ബോസ്റ്റൺ ടീ പാർട്ടി, പാരീസ് ഉടമ്പടി, ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഇതിൻ്റെ വർഷങ്ങൾ ജസ്റ്റ് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അറിഞ്ഞൂടാത്തവർ എവിടെന്നെങ്കിലും തേടി പിടിച്ച് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, 5ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ആണ്. 6ാമത്തെ ചോദ്യമാണ് ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? കറണ്ട് അഫയേഴ്സിൻ്റെ ആണ്. ഏതാണ് ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ്? ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, ഉത്തരാഖണ്ഡിലാണ്. എന്താണ് നമുക്ക് എങ്ങനെ ഓർക്കാം? ടെലിസ്കോപ്പ് അല്ലേ? നമ്മളെന്താണ് ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് പോയി ഏതെങ്കിലും ഉത്തരം അറിഞ്ഞുകൊടുക്കുക എന്തായിരിക്കും? അടുത്തുള്ള പേപ്പറിൽ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുമെന്ന് ഓർത്താൽ അപ്പോൾ ടെലിസ്കോപ്പ്. ഓക്കെ, ടെലിസ്കോപ്പ് വെച്ച് അടുത്തുള്ള ഉത്തരക്കടലാസ് നോക്കുകയാണ്. ഉത്തരക്കടലാസ് നോക്കും. ഉത്തരാഖണ്ഡ് ടെലിസ്കോപ്പ്, ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ്, ഉത്തരാഖണ്ഡ്. 7ാമത്തെ ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. 8ാമത്തെ ചോദ്യമാണ് ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നത് പ്രധാന പ്രതിഭാസം. ഇന്ത്യയിൽ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്, പശ്ചിമ അസ്വസ്ഥതയാണ്. ഓപ്ഷൻ ബി, പശ്ചിമ അസ്വസ്ഥത. 9ാമത്തെ ചോദ്യമാണ് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പന്നത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതെന്നാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ചാരിയാണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം സുന്ദർഖണ്ഡ്. ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ. ഓപ്ഷൻ ഡി, ബിയും സിയും. ഏതാണ് ഉത്തരം? 9 ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. ഓക്കെ, പക്ഷേ ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് അസാമിലുള്ള ദിഗ്ബോയ് ആണ്. ഓക്കെ, അസാമിലുള്ള ദിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ എന്ന് പറഞ്ഞ് ഇതെപ്പോഴാണ് പ്രവർത്തനം ആരംഭിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട് 2 വർഷങ്ങൾ പഠിച്ചിരിക്കണം. 1973-ലും 1976. 1973-ലാണ് എന്താണ് മുംബൈ ഹൈയിലെ എണ്ണപ്പാടം കണ്ടെത്തുന്നത്. 1973-ൽ. 1976-ലാണ് എന്താണ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഓക്കെ, 1976-ലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. 1973-ൽ കണ്ടെത്തുന്നുണ്ട്. ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. 10ാമത്തെ ചോദ്യമാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. ഏതാണ് കേരളത്തിൽ കടന്നു പോകുന്ന? ഓപ്ഷൻ സി ആണ്. ഓക്കെ, എൻ നാഷണൽ വാട്ടർവേ 3 ആണ്. ഓക്കെ, 3 ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത്. 11ാമത്തെ ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏതെന്നാണ്? കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏതൊക്കെയെന്നാണ്? എവിടെയാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, പാലക്കാട്, ഇടുക്കിയാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന കണ്ണൂരാണ്. അത് കാണപ്പെടാത്ത ജില്ലകൾ പാലക്കാടും ഇടുക്കിയുമാണ്. 12ാമത്തെ ചോദ്യം 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം
ഏതാണ് ആ പേരിൽ തന്നെ ഉണ്ട് സന്തോഷം. നമ്മൾ സന്തോഷിക്കുന്ന എപ്പോഴാണ് ആരെങ്കിലുമൊക്കെ ഫണ്ണ് പറയുമ്പോൾ അല്ലേ, ഫണ്ണ് ഫിൻലാൻഡ് ഫിന്ന്. ഓക്കെ, ഫണ്ണ് ഫിന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. 13ാമത്തെ ചോദ്യമാണ് ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയും ആയി സംയോജിപ്പിക്കുന്നതിനെ ഡേഷ് എന്ന് പറയുന്നു. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിന്. ഇതൊക്കെ ലോജിക്ക് ഉപയോഗിച്ച് എഴുതാവുന്ന സാധനമുള്ളൂ. ഇതൊക്കെ നമ്മൾ ഇതേ സെൻറ്റൻസൊക്കെ പഠിച്ച് പോകണമെന്നില്ല, ലോജിക്ക് ഉപയോഗിച്ചാൽ മതി. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ആഗോളവൽക്കരണം. 14ാമത്തെ ചോദ്യമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി ഏതാണ്, ആരുടെ? 14 ഓപ്ഷൻ ബി ആണ്. ഓക്കെ, PC മഹ്ലനോബിസാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി എപ്പോഴാണ്? 1956, 61 കാലഘട്ടത്തിലാണ്. PC മഹ്ലനോബിസിൻ്റെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയുടെ തന്നെ സാമ്പത്തിക ഭരണഘടന. ഓക്കെ, ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന ശ്രദ്ധിക്കണം. ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതെന്ന് കേട്ടുകഴിഞ്ഞാൽ അത് വ്യവസായ പദ്ധതി എന്നറിയപ്പെടുന്ന നമ്മുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, വ്യവസായത്തിനാണ് പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നതും രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. 15ാമത്തെ ചോദ്യമാണ് 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നീതി ആയോഗിൻ്റെ ആസ്ഥാനം സിമ്പിൾ ചോദ്യം, സിമ്പിൾ ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ ഡി ആണ്, ന്യൂഡൽഹിയിലാണ്. 16ാമത്തെ ചോദ്യമാണ് മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. സിമ്പിൾ ചോദ്യം, സിമ്പിൾ ഓപ്ഷൻസ്, സിമ്പിൾ ഉത്തരം പെട്രോളിയമാണ്. 17ാമത്തെ ചോദ്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏതെന്നാണ്? ഏതാണ്? SEBI എന്നറിയപ്പെടുന്ന സെബിയാണ്. ഓപ്ഷൻ എ ആണ്. ഇന്ത്യയിലെ റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്നതും സെബിയാണ്. ഓക്കെ, ഇന്ത്യയിലെ റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്നത് നമ്മുടെ സെബിയാണ്, SEBI. സെബി സ്ഥാപിതമായ വർഷം എന്നു കേട്ടുകഴിഞ്ഞാൽ 1988 ആണ്. ഓക്കെ, 1988 സെബി സ്ഥാപിതമാകുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ നിയന്ത്രകൻ. ഓക്കെ, ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിലെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ട് അതിൽ ഓപ്ഷൻ RBI ഉണ്ടെങ്കിൽ എന്താണ്? RBI അല്ല. ഓക്കെ, നമ്മുടെ എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ നിയന്ത്രകൻ എന്ന് കേട്ടാൽ RBI ഓപ്ഷനിലുണ്ടെങ്കിൽ RBI അടിക്കൂ. അതിന് ഉത്തരം സെബിയാണ്, SEB ആണ്. ഓക്കെ, ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ നിയന്ത്രകൻ സെബിയാണ്, SEBI ആണ്. RBI അടിക്കരുത്. 1988 സ്ഥാപിതമായ സെബിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനാണ് 18ാമത്തെ ചോദ്യമാണ് ഇന്ത്യയിൽ ലോക ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർട്സ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ്. 19ാമത്തെ ചോദ്യമാണ് അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നത് ഡാഷിൻ്റെ ലക്ഷ്യമാണ്. കണ്ട പ്രോജക്റ്റുകൾ രണ്ടാമത്തെ പ്രോജക്റ്റാണ് കേൾക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. എന്തിൻ്റെ ലക്ഷ്യമാണ്? ഏതാണ്? ലൈഫ് മിഷൻ. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, ലൈഫ് മിഷൻ. 20ാമത്തെ ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വച്ചത് ഏത് കേസിലാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വച്ചത് ഏത് കേസിലാണ്? ഓപ്ഷൻ സി ആണ്, കേശവാനന്ദ ഭാരതി കേസിലാണ്. ഓക്കെ, കേശവാനന്ദ ഭാരതി കേസിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ആമുഖം, ഓക്കെ, ഭരണഘടനയുടെ അവിഭാജ്യ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസും കേശവാനന്ദ ഭാരതി കേസാണ്. ഓക്കെ, ആമുഖം പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് പ്രസ്താവിച്ച കേസും കേശവാനന്ദ ഭാരതി കേസാണ്. 2020 കാലഘട്ടത്താണ് നമ്മുടെ കേശവാനന്ദൻ മരിച്ചത് കേട്ടോ, അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കണം. സ്റ്റേറ്റ്മെൻറ്റ് കേട്ടാൽ നമ്മൾ ചിലപ്പം നേരത്തെ നടന്ന കേസല്ലേ, അപ്പോൾ നേരത്തെ മരിച്ചു കാണുമെന്ന് വിചാരിക്കും. 2020 കാലഘട്ടത്തിലാണ് കേശവാനന്ദ ഭാരതി മരിക്കുന്നത്. 21ാമത്തെ ചോദ്യം ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഭരണഘടനാപരമായ ഭരണഘടനയിൽ തൂക്കിയിട്ടിരുന്നെന്ന് ഓർത്താൽ മതി. ഓക്കെ, തൂക്കിയിട്ടിരുന്നു PK തുങ്കൻ കമ്മിറ്റി. ഓക്കെ, ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്ത് രാജിനൊക്കെ ഭരണഘടനാപരമായ അംഗീകാരം നൽകിയ PK തുങ്കൻ കമ്മിറ്റിയാണ്. അതുപോലെ നമ്മുടെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ഏതാണ്? ഇവിടെ ഒരു മേത്ത കൂടിയുണ്ട്. ത്രിതല പഞ്ചായത്ത് സംവിധാനം ബൽവന്ത് റായ് മേത്ത. ഇതെങ്ങനെ ഓർക്കാം? ബൽവന്ത് റായ് മേത്ത 3 വേർഡ് ഉണ്ടല്ലോ ആ പേരിൽ, അതിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം. ഇനി വേറെ ഒന്നുണ്ട്, എന്താണ്? ദ്വിതല പഞ്ചായത്ത് സംവിധാനം. ഏതാണ്?
അത് അശോക് മേത്ത. രണ്ട് വേർഡല്ലേ ഉള്ളൂ, അപ്പോൾ ദ്വിതലം. ദ്വിതല പഞ്ചായത്ത് സംവിധാനം അശോക് മേത്ത കമ്മിറ്റിയും ബൽവന്ത് റായ് മേത്തയുടെയാണ് ത്രിതല പഞ്ചായത്ത് കമ്മിറ്റി. അതുപോലെ തന്നെ ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്തത്. ശ്രദ്ധിക്കണം, ഇവിടെ PSCയുടെ മിസ്റ്റേക്ക് കൊണ്ട് ശുപാർശയാണ്. ഓക്കെ, ശുപാർശയാണ്. മലയാളത്തിലേക്ക് കേൾക്കണയാണ് സ്പെല്ലിങ്ങിൽ ശുപാർശയാണ്. ഓക്കെ, അപ്പം ശുപാർശ ചെയ്ത കമ്മിറ്റി പിക്കത്തുങ്കം കമ്മിറ്റിയാണ്. 22ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് കണ്ടെത്തുക. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക. ആരാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, അതിർത്തി പുനർനിർണയ കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷനൊന്നും അല്ല, അതിർത്തി പുനർനിർണയ കമ്മീഷൻ അഥവാ അതിർത്തി നിർണയ കമ്മീഷനാണ് ഇന്ത്യയിൽ നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്. 23ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി? ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി ഏതാണ്? നമ്മുടെ ഗവർണറാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, ഗവർണറാണ്. ഓക്കെ, ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി ഗവർണറാണ്. 24ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ ഉള്ളത്? അതായത് നമ്മുടെ രാജ്യസഭയും ലോകസഭയും ഉണ്ടല്ലോ, അതേപോലെ തന്നെ സംസ്ഥാന നിയമസഭയും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ കേരളത്തിനില്ല, അതറിയാലോ, ഒന്നേ ഉള്ളൂ, ഒരു നിയമസഭയേ ഉള്ളൂ. അതേപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. നമ്മുടെ രാജ്യസഭയും ലോകസഭയും ഉള്ള പോലെ ചില സംസ്ഥാനങ്ങൾക്ക്, വലിയ സംസ്ഥാനങ്ങൾക്കാണ് അത് മെയിൻലി ഉള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ സംസ്ഥാനങ്ങൾ ഏത് പട്ടിക വരും നോക്കിയാൽ മതി, കിട്ടും ഉത്തരം. 24 ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾക്കാണ്. ചോദ്യം, തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ എന്ന ഇവിടെ ഉപജ്ഞാതാവ്. ഇത് ഏത് കൃതിയിൽ ആണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ ഏത് കൃതിയിലാണ്? അധികം കേട്ടിട്ടില്ലാത്തായിരിക്കും. എന്താണ്? ഓപ്ഷൻ ബി ആണ്, മെഷീനറി ഓഫ് റെപ്രസെൻറ്റേഷൻ എഴുതിയതാരാണ്? തോമസ് ഹെയർ ആണ്. ഓക്കെ, അപ്പം ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയുടെ പിതാവെന്ന് കേട്ടിരുന്നാൽ തോമസ് ഹെയർ ആണ്. ഏത് കൃതിയിലാണ്? മെഷീനറി ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ്. 26ാമത്തെ ചോദ്യം, നാരി ശക്തി വന്ദൻ അധീനിയം ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്? കഴിഞ്ഞ മോഡൽ എക്സാം ക്ലാസ്സിന് ഇതിൻ്റെ ഡേറ്റുകളെല്ലാം നമ്മൾ പറഞ്ഞു തന്നെയാണ്. ഏതാണ്? അത് കേട്ടവർക്ക് സൂപ്പറായിരിക്കും. അന്നേ പറഞ്ഞാണ് PSC കേൾക്കുന്ന ചോദ്യമാണെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കണ്ടല്ലോ. 2023 സെപ്റ്റംബർ 28 എക്സ്പ്ലനേഷൻ എല്ലാം ആ വീഡിയോയിലുണ്ട്. 27ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിലാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരം നിലവിലുള്ള സുരക്ഷാ ചുമതല? പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ നിലവിലുള്ള സുരക്ഷാ ചുമതല ആർക്കാണ്? CISF ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. CISF ആണ്. ഇതൊക്കെ ന്യൂസ് പേപ്പർ വായിച്ചാലേ കിട്ടാവുന്നേ ഉള്ളൂ. 28ാമത്തെ ചോദ്യം, കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, നവജീവൻ പദ്ധതിയാണ്. ഈ ചോദ്യ പേപ്പറിൽ തന്നെ 3ാമത്തെ പ്രോജക്റ്റാണ്. ഓക്കെ, നോക്കണം, 3ാമത്തെ ക്വസ്റ്റ്യനാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തുമാത്രം അത് ഇമ്പോർട്ടൻ്റ് എന്ന് നിങ്ങൾ നോക്കണം. കേരളത്തിലെ പദ്ധതികൾ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് എന്ന് നിങ്ങൾ നോക്കണം. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 3 ചോദ്യമാണ്. അടുത്ത ചോദ്യമാണ്, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? എത്ര രൂപ? 22 രൂപയാണ്. ഓക്കെ, 22 രൂപയാണ്. നിലവിൽ എത്ര രൂപയാണ് കേരളത്തിൽ? 333 രൂപയാണ്. ഓക്കെ, നേരത്തെ 311 രൂപയായിരുന്നു. അതിൻ്റെ കൂടെ 22 രൂപയുടെ കൂട്ടി 333 രൂപയാണ് നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം. ലാസ്റ്റ് ചോദ്യം, 30ാമത്തെ ചോദ്യമാണ്, GK വിഭാഗത്തിൽ നിന്നുള്ള ലാസ്റ്റ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു? കുമാരഗുരുദേവൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? PRDS, പ്രത്യക്ഷ രക്ഷ ദൈവസഭയുടെ സ്ഥാപകനാണ് ശ്രീ കുമാരഗുരുദേവൻ. ഓക്കെ, നമ്മുടെ ഇംഗ്ലീഷിലെ 5 ചോദ്യങ്ങൾ നോക്കാം. 81ാമത്തെ ചോദ്യമാണ്, റീറൈറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് സോ ദാറ്റ് ദ ജേം ഈസ് ടു സ്മാൾ ടു ബി സീൻ വിത്ത് എ നേക്കഡ് ഐ. ഇതിന് സോ ദാറ്റ് എന്നൊരു കണക്റ്റിംഗ് ചേർത്ത് സെൻറ്റൻസ് എഴുതണം. ഏതാണ്? ദ ജേം ഈസ് ടു സ്മാൾ ടു ബി സീൻ വിത്ത് എ നേക്കഡ് ഐ. 81 ഓപ്ഷൻ ബി ആണ്. ദ ജേം ഈസ് സോ സ്മാൾ that it cannot be seen with a naked eye. Okay, the
ജേം ഈസ് സോ സ്മാൾ ദാറ്റ് ഇറ്റ് കനോട്ട് ബി സീൻ വിത്ത് ഇതാണ് സോ ദാറ്റ്. ഓക്കെ, സോ ദാറ്റ് എഴുതിയിട്ടുണ്ട്. 82ാമത്തെ ചോദ്യമാണ് ഫൈൻഡ് ദ വേർഡ് ഇക്വലൻ ടു എ ഫീലിംഗ് ഓഫ് ഷൈനസ് ഓർ എംബ്രാസ്മെൻറ്റ് ദാറ്റ് സ്റ്റോപ്സ് യു ഫ്രം ഡൂയിങ് ഓർ സേയിങ് വാട്ട് യു റിയലി വാണ്ട്. നാണം. ഓക്കെ, മലയാളത്തിൽ നാണം എന്താണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഇൻഹിബിഷനാണ്. ഓക്കെ, ഇൻഹിബിഷനാണ്. 83ാമത്തെ ചോദ്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ഗിവൺ ബിലോ സെൻറ്റൻസ്. നെയ്തർ ഓഫ് ദം ഡാഷ് മീ. നെയ്തർ ഓഫ് ദം ലവ്സ് മീ. ഓക്കെ, നെയ്തർ ഓഫ് ദം ഓപ്ഷൻ ഡി ആണ്, ലവ്സ് ആണ്. 84ാമത്തെ ചോദ്യം ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റീവ് സ്പീച്ച്. അലാസ് മൈ അങ്കിൾ മേറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ് ഹി സെഡ്. എന്താണ്? ഇൻഡയറക്റ്റ് സ്പീച്ചിലാക്കും. അലാസ് മൈ അങ്കിൾ മേറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഹി ക്രൈഡ് ഔട്ട് ദാറ്റ് ഹിസ് അങ്കിൾ ഹാഡ് മീറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. അലാസ് എന്ന് ഉദ്ദേശിച്ച് നമ്മൾ എന്താണ് ഈ പേടിച്ച് കൊണ്ട് പറയില്ല, അങ്ങനെ അയ്യോ അമ്മേ അങ്ങനെയൊക്കെ പറയും. ആ ഒരു ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു നെട്ടലോടെയൊക്കെ നമ്മൾ പറയില്ല, ദുഃഖത്തോടെ നെട്ടലോടെയൊക്കെ പറയണം, അങ്ങനെ ഉപയോഗിക്കുന്നതാണ് അലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പറഞ്ഞെന്താ? ഹി ക്രൈഡ് ഔട്ട്, അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ദാറ്റ് ഹിസ് അങ്കിൾ ഹാഡ് മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. 85ാമത്തെ ചോദ്യമാണ്, ഇംഗ്ലീഷിലുള്ള അവസാനത്തെ ചോദ്യം. ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു സൂപ്പർലേറ്റീവ് ഡിഗ്രി. ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റർ ദാൻ എനിത്തിങ് എൽസ്. സൂപ്പർലേറ്റീവ് ഡിഗ്രി ആക്കാൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓൾ ഓഫ് തിങ്സ് ഇൻ ദ വേൾഡ് ലൈറ്റ് ട്രാവൽസ് ദ ഫാസ്റ്റസ്റ്റ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 85. മലയാളത്തിലെ നോക്കാം 5 ചോദ്യങ്ങൾ. മാവ് എന്ന പദത്തിൻ്റെ പര്യായ ശബ്ദമല്ലാത്ത മാവ്. മാവ് എന്താണ്? ചൂതം മാവാണ്, ആമ്രം മാവാണ്, രസാലം മാവാണ്, വരകം മാവല്ല. ഓക്കെ, ഓപ്ഷൻ ബി ആണ് മാച്ചിങ് അല്ലാത്തത്. 92ാമത്തെ ചോദ്യം ശരിയായ പദം കണ്ടെത്തുക എന്നാണ്. കവയത്രി. ഓക്കെ, കവിയുടെ ഓപ്പോസിറ്റ് സ്ത്രീലിംഗം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, കവയിത്രിയാണ്. ഓക്കെ, കവയിത്രി. 93ാമത്തെ ചോദ്യം വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം എഴുതുക. വിദ്വാൻ ഓപ്ഷൻ സി ആണ്. വിദൂഷി വിദ്വാൻ. അശ്വതന്തം എന്ന പദത്തിന് സമാന അർത്ഥം വരുന്ന പദം. അശ്വതന്തം ഏതാണ്? അശ്വതന്തം അരയാലാണ്. ഓക്കെ, ഓപ്ഷൻ എ അരയാലാണ് ഉത്തരം. 95ാമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യമാണ്. അറിയാനുള്ള ആഗ്രഹം ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നാസ. ഇത്രയാണ് നമ്മുടെ 40 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചതും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോ